ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു മഷ്റൂം ചില്ലിയാണ്. ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം ചില്ലി. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ മൈദാമാവ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള മഷ്റൂമിന് അളവ് അനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൈദാമാവ്. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം കാശ്മീരി മുളക് പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ അളവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ലെമണിൻ്റെ ഹാഫ് ഇതേപോലെ ഇതിലേക്ക് പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനെല്ലാം കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓരോ പീസസ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തത് മാറ്റാം. ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാ മഷ്റൂമും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ബാക്കിയുള്ള മഷ്റൂം ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം ചില്ലിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.